അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് 2019 ജനുവരി മാസം 11 തീയതി നടത്തിയ ജുമുഅ ഖുത്ബയുടെ പ്രധാന ഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. പ്രസ്തുത ഖുത്ബയിലെ പരാമർശ വിഷയം ദാരിദ്ര്യവും നിശബ്ദതയും വിശ്വാസവും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. അള്ളാഹുവിൻ്റെ വീക്ഷണത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങളുടെ ആളുകളുണ്ട്. അവർ VIP വളരെ വളരെ പ്രധാനപ്പെട്ട ആളുകളാണ്. അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള VIP വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺസ് അള്ളാഹുവിൻ്റെ മുമ്പിലുണ്ട്. വളരെ പ്രധാനപ്പെട്ട ആളുകളാണവർ. അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നു. അള്ളാഹു അവരെയും സ്നേഹിക്കുന്നു. ജനങ്ങളാൽ അടിച്ചമർത്തപ്പെട്ടവരാണവർ. മറ്റുള്ളവരുടെ അധികാരത്തിന് കീഴിൽ ചതച്ചരയ്ക്കപ്പെട്ടവരാണവർ. ഇത്തരം ആളുകളോട് നാം വളരെ നല്ല നിലയിൽ വർത്തിക്കേണ്ടതാണ്. തൻ്റെ പ്രതിനിധിയായി യമനിലെ ഗവർണറായി നിശ്ചയിച്ച മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഉപദേശം ഇങ്ങനെയാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കുതിരയുടെ ജീനി പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ചില ഉപദേശങ്ങൾ നൽകിയതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെ ശാപത്തെപ്പറ്റി നല്ല ബോധ്യമുണ്ടായിരിക്കണം. അള്ളാഹുവിനും ഈ പ്രാർത്ഥനയ്ക്കുമിടയിൽ ഒരു മറയും ഉണ്ടായിരിക്കില്ല എന്ന് പരിശുദ്ധ പ്രവാചകൻ തറപ്പിച്ചു പറയുകയുണ്ടായി. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അടിച്ചമർത്തപ്പെട്ടവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നതാണ്. അവൻ ദുർവൃത്തനാണെങ്കിൽ പോലും അവൻ്റെ ദുർവൃത്തി അവനെതിരിൽ മാത്രമുള്ളതാകുന്നു. അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്ത ഒരു പ്രവാചക വചനമാണ്. ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വിധി നാളിൽ അല്ലാഹു തആല പാവപ്പെട്ടവരെ വിളിക്കുന്നതാണ്. അവരെ അവൻ ആദ്യമായി സ്വർഗത്തിൽ കൊണ്ടുവരുന്നതാണ്, ഒരു കണക്കും ചോദിക്കാതെ.
എന്നാൽ പണക്കാരും നേതാക്കന്മാരും അവർ കാത്തു നിൽക്കേണ്ടതായിട്ട് വരും, എന്നിട്ട് അവരുടെ കണക്കുകൾ നോക്കുന്നതാണ്. നമ്മുടെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പണക്കാർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് 500 വർഷം മുമ്പ് പാവപ്പെട്ടവർ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പാവപ്പെട്ടവരും ദുർബലരുമായവരിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുക. സത്യമായും നിങ്ങളിലെ പാവപ്പെട്ടവരും ദുർബലരുമായവർക്ക് നൽകുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വിജയം നൽകപ്പെട്ടിരിക്കുന്നത്. അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ പാവപ്പെട്ടവരോടൊപ്പം കഴിയുക, പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, അവരുടെ ക്ഷേമത്തിനായി നിലകൊള്ളുക എന്നുള്ളത് സ്വർഗപ്രാപ്തിക്കും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും ഇഹപരലോക വിജയത്തിനും നിദാനമായ കാര്യമാണ്. അതിൽ നിന്നെല്ലാം മനുഷ്യർ ഇന്ന് അകന്നു പോയിരിക്കുന്നു. ഇത് വീണ്ടും നമ്മളെ ഉണർത്തുന്നതിനായി ഒരു ഇമാമിനെ അല്ലാഹു തആല ഈ നൂറ്റാണ്ടിൽ നിയോഗിച്ചു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിനിധിയായി വന്ന ആ മനുഷ്യൻ, തിരുമേനിയുടെ വചനം നമ്മെ വീണ്ടും ഉണർത്തുന്നു. പാവപ്പെട്ടവരും ദുർബലരുമായവരിൽ നിങ്ങൾ എന്നെ അന്വേഷിക്കുക. സത്യമായും നിങ്ങളിലെ പാവപ്പെട്ടവരും ദുർബലരുമായവർക്ക് നൽകുന്നതിലൂടെയാണ് നിങ്ങൾക്ക് വിജയം നൽകപ്പെട്ടിരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കുവാൻ കഴിയാത്തവർക്ക് വേണ്ടി അള്ളാഹു സ്വയം പ്രതിരോധിക്കുന്നു. സ്വയം പ്രതിരോധിക്കൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇസ്ലാമിൻ്റെ മഹത്വം നമ്മെ പഠിപ്പിക്കുന്നത് വ്യർത്ഥമായ ചർച്ചകളിൽ നിന്നും തർക്കങ്ങളിൽ നിന്നും പിന്മാറുവാനും നിശബ്ദത പാലിക്കുവാനുമാണ്. അല്ലാഹു തആല പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സുരക്ഷ തീർത്തത്, പ്രതിരോധം തീർത്തത് സൗർ ഗുഹയിലെ ചിലന്തി വല കൊണ്ടും പ്രാവിൻ്റെ മുട്ടകൾ കൊണ്ടുമാണ്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ നമ്മുടെ സഹോദരങ്ങൾ 2 പേർ നമ്മുടെ ജമാഅത്തിൽ നിന്നും ഇന്നലെ സൗർ ഗുഹ സന്ദർശിച്ചു. അവിടെ അവർ പ്രാർത്ഥിക്കുകയുണ്ടായി. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ജനതയ്ക്ക് അല്ലാഹു തആല ക്ഷമ പ്രദാനം ചെയ്യുകയുണ്ടായി. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, എന്നിട്ട് ബലഹീനരായി ഗണിക്കപ്പെട്ടിരുന്ന ജനങ്ങൾക്ക് നാം അനുഗ്രഹിച്ച നാടിൻ്റെ പൂർവ്വദേശങ്ങളും പശ്ചിമദേശങ്ങളും അനന്തരാവകാശമായി നാം നൽകുകയും ചെയ്തു. ഇസ്രായേൽ സന്തതികൾ സ്ഥിരചിത്തരായി നിന്ന കാരണത്താൽ നിന്റെ നാഥൻ്റെ ഏറ്റവും നല്ല വചനം, വാഗ്ദാനം അവരിൽ സത്യമായി പുലർന്നു, പൂർത്തിയായി. അപ്പോൾ അങ്ങനെ പ്രവാചകന്മാരെ കൊണ്ട് അനുഗ്രഹിച്ച അനുഗ്രഹീതമായ ഒരു സമൂഹമാണ് ഇന്ന് ലോകത്ത് ഏറ്റവും അധികം അക്രമം അഴിച്ചുവിട്ടിരിക്കുന്നതെന്ന് നാം തിരിച്ചറിയുക. നിങ്ങളറിയുക, ജാഹിലിയ കാലഘട്ടത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് മുൻപ് അബ്രഹയിൽ നിന്ന്, അവൻ്റെ ആനകളിൽ നിന്നും രക്ഷപ്പെടാനായി മക്കാവാസികൾ മക്കയിൽ നിന്ന് പലായനം ചെയ്യുകയുണ്ടായി. അടുത്ത രാജ്യമായ യമനിൻ്റെ രാജാവായിരുന്നു അബ്രഹത്ത്. അദ്ദേഹത്തിൻ്റെ ആനപ്പട മക്കയെ നശിപ്പിക്കാനായി വരുന്നതറിഞ്ഞ് അവിടുത്തെ മക്കാവാസികൾ അവിടെ നിന്ന് പലായനം ചെയ്യുകയുണ്ടായി. പ്രസ്തുത ഏകാധിപതിയിൽ നിന്നും കഅബ നിസ്സഹായതയിലായി. പ്രസ്തുത സാഹചര്യത്തിൽ അല്ലാഹു തആല സ്വയം കഅബയുടെ സംരക്ഷകനായി പക്ഷികളെയും കല്ലുകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലാഹുവിന് എതിര് പ്രവർത്തിക്കുന്നവർ, അവൻ്റെ കോപത്തിന് പാത്രമാകുന്നവർ തീർച്ചയായും അവർ സ്വയം നാശമടയുന്നതാണ്, നിരാശയുടെ ഇരുട്ടിൽ ആപതിക്കുന്നതാണ്, അനന്തമായ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കുന്നതുമാണ്. അങ്ങനെ കഅബ സംരക്ഷിക്കപ്പെട്ടു. അബ്രഹത്തും അദ്ദേഹത്തിൻ്റെ സിംഹാസനവും അദ്ദേഹത്തിൻ്റെ ഔന്നത്യവും ഭൂമുഖത്ത് നാമാവിശേഷമായി. ആത്മാവിൻ്റെ മഹത്വം എന്നത് അത് അവൻ സ്വയം പ്രതിരോധിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അള്ളാഹുവിനോടുള്ള ഭയത്താൽ പ്രസ്തുത സംരക്ഷണം വന്നെത്തുകയാണ്. ഒരാൾ പരിധി വിട്ടു പോകുവാൻ ഭയപ്പെടുന്നു, അത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുവാനല്ല.
ഒരുവൻ ഭയപ്പെടുന്നു, അതായത് അവൻ സ്വയം പ്രതിരോധിക്കുന്നതിലൂടെ അത് അവന് നല്ലതല്ലാതായേക്കാം എന്ന്. ഇത് നമുക്ക് വ്യക്തമായും ആദം അലൈഹിസ്സലാമിൻ്റെ മകൻ ഹാബീലിൻ്റെ കഥയിലൂടെ മനസ്സിലാകുന്നതാണ്. അല്ലാഹു തആല ഹാബീലും കുറ്റവാളിയായ സഹോദരൻ ഖാബീലും തമ്മിലുള്ള സംഭാഷണം ഇവിടെ എടുത്തു പറയുന്നു. അതിനാൽ എന്നെ വധിക്കാനായി എൻ്റെ നേരെ നീ നിൻ്റെ കൈ നീട്ടിയാലും നിന്നെ വധിക്കാനായി നിൻ്റെ നേരെ ഞാൻ എൻ്റെ കൈ നീട്ടുകയില്ല. തീർച്ചയായും സർവ്വലോക പരിപാലകനായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു. 5-ാം അധ്യായം 29-ാം വചനത്തിൽ പ്രസ്തുത സംഭാഷണം എടുത്തു പറയുന്നുണ്ട്. അത് ഒരു പ്രതിരോധമായിരുന്നു. എത്ര മനോഹരമായ ഉത്തരമാണ് ഹാബീൽ തൻ്റെ അക്രമിയായ അസൂയാലുവായ സഹോദരനോട് പറഞ്ഞത്. അവർ രണ്ടും അല്ലാഹു തആലയ്ക്ക് ബലിയർപ്പണം നടത്തുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അവർ രണ്ടുപേരും അർപ്പിച്ച അർപ്പണത്തിൻ്റെ രീതിക്ക് വളരെ വ്യത്യാസമുണ്ടായിരുന്നു. ഒരാൾ നിർവഹിച്ചത് നിഷ്കളങ്കമായ നിലയിലായിരുന്നു, സത്യസന്ധമായ നിലയിലായിരുന്നു, അള്ളാഹുവിനെ ഭയന്നുകൊണ്ടായിരുന്നു. എന്നാൽ മറ്റേയാൾ നിർവഹിച്ചത് സ്വന്തം ഗരിമ കാണിക്കുവാനായിരുന്നു, അസൂയാലുവായിരുന്നു. അവന് വിജയിക്കണമെന്ന് മാത്രമായിരുന്നു വിചാരം. വിജയിക്കുവാനായി അവൻ എന്തും ചെയ്യുവാൻ തയ്യാറായിരുന്നു. അതിനായി അവൻ്റെ സഹോദരനെ കൊല്ലാൻ പോലും തയ്യാറായിരുന്നു. അവൻ്റെ പ്രസ്തുത എതിർപ്പിന് അള്ളാഹു സാക്ഷിയായിരുന്നു. അല്ലാഹു തആല ഹാബീലിൻ്റെ ത്യാഗത്തെയും സത്യതയെയും സ്വീകരിച്ചു. അതൊരു സമ്പൂർണ്ണ ത്യാഗം തന്നെ ആയിരുന്നു. കാരണം അല്ലാഹുവിൻ്റെ മാർഗത്തിലെ പ്രഥമ രക്തസാക്ഷിത്വം ആയിരുന്നു അത്. ഒടുവിൽ ഒരു ഹദീസ് ഇതിന് തെളിവായി നൽകപ്പെട്ടിരിക്കുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി രചിച്ച മുസ്നദ് അഹ്മദിൽ ഇത് കാണാവുന്നതാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ഒരാൾ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുമുമ്പിൽ വെച്ചായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നിശബ്ദനായിരുന്നപ്പോൾ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രസ്തുത നടപടിയെ അഭിനന്ദിച്ചുകൊണ്ട് പുഞ്ചിരി തൂക്കിക്കൊണ്ട് ഇരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വളരെ മോശമായി ഒരാൾ സംസാരിക്കുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ടുകൊണ്ട് പുഞ്ചിരി തൂക്കി സന്തോഷിച്ചിരിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു അക്ഷമനായി മോശം വാക്കുകളാൽ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കോപാകുലനായി. എന്നിട്ട് പ്രസ്തുത സ്ഥലം വിട്ടുപോയി. പിന്നീട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇത് സംബന്ധമായി ഒരു വിശദീകരണം ആരായുകയുണ്ടായി. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിവചിച്ചു, നിങ്ങൾ നിശബ്ദനായിരുന്നപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി മറുപടി പറയാൻ അല്ലാഹു തആല ഒരു മലക്കിനെ നിയോഗിക്കുകയുണ്ടായി. എന്നാൽ നിങ്ങൾ പ്രതികരിച്ചപ്പോൾ അവിടെ സാത്താൻ എത്തിച്ചേർന്നു. സാത്താനോടൊപ്പം ഇരിക്കുന്നത് എനിക്ക് പന്തിയായി തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടം വിട്ടത്. നോക്കൂ, നിശബ്ദതയുടെ മഹത്വം എത്ര വലുതാണ് എന്ന്. നമുക്കാർക്കെങ്കിലും അങ്ങനെ നമ്മളെ മോശപ്പെടുത്തി സംസാരിക്കുമ്പം നിശബ്ദനായിട്ടിരിക്കാൻ പറ്റും? എഴുന്നേക്കാൻ വയ്യെങ്കിലും ചാടി എഴുന്നേറ്റ് അടിക്കും. എന്നാൽ പ്രവാചകവചനവും പ്രവാചകചര്യയും നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അനന്തമായ അള്ളാഹുവിൻ്റെ തൃപ്തി കരസ്ഥമാക്കുവാനും അനന്തമായ അവൻ്റെ വിഹായസിൽ സന്തോഷങ്ങൾ പങ്കുവയ്ക്കുവാനുമുള്ള അവസരത്തിനായി ആദരവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നോക്കൂ, നിശബ്ദത എത്ര മഹനീയമാണെന്ന്. നിശബ്ദതയിൽ വളരെ വലിയ പ്രയോജനങ്ങൾ അടങ്ങിക്കിടക്കുകയാണ്. ഇക്കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു ചെറിയ കല്ലിടുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുത്തു. പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനായി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് പറയാതിരിക്കാനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ നിയന്ത്രിക്കുന്നതിനായി സ്വീകരിച്ച ഒരു വഴി ഒരു ചെറിയ കല്ല് കരുതുകയും അത് വായിലിടുകയും ചെയ്യുന്ന. നോക്കൂ, നിശബ്ദത എത്ര മഹനീയമാണെന്ന്. നിശബ്ദതയിൽ വളരെ വലിയ പ്രയോജനങ്ങൾ അടങ്ങിക്കിടക്കുകയാണ്.
ഈ കാരണത്താൽ അല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ വായിൽ ഒരു ചെറിയ കല്ലിടുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുത്തു. പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന കാര്യങ്ങൾ പറയാതിരിക്കാനായി. അതുകൊണ്ട് നമ്മൾ എന്ത് വഴി സ്വീകരിക്കുവാനാണ് തയ്യാറായിരിക്കുന്നത്? പിന്നീട് ഖേദിക്കാതിരിക്കുന്നതിനായി. അല്ലാഹു തആല എപ്പോഴും നമ്മെ അവൻ്റെ സ്നേഹഭാജനങ്ങളായി കരുതട്ടെ. നമ്മുടെ നാവുകളെ സൂക്ഷിക്കുവാൻ അവൻ നമ്മെ സഹായിക്കട്ടെ. നാം നന്മയിലാണെങ്കിലും അഥവാ നമ്മുടെ ഭാഗം ശരിയാണെങ്കിലും, കാരണം നാം അല്ലാഹുവിൻ്റെ അതിശക്തമായ സഹായം അന്വേഷിക്കുന്നവരാണ്. ശത്രുക്കളുടെ നേരെയും അവരുടെ ഗൂഢതന്ത്രങ്ങൾക്ക് നേരെയും അവരുടെ പരിഹാസങ്ങൾക്ക് നേരെയും അല്ലാഹു തആലയുടെ സഹായം നാം അന്വേഷിച്ചു കൊണ്ടിരിക്കണം. ഇൻഷാ അല്ലാഹ്.